ഗുഡ് മോർണിംഗ്. 2013 ശേഷമുള്ള വളരെ ശക്തമായിട്ടുള്ള രൂപ ഡോളറിനെതിരെയുള്ള രൂപയുടെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മാർക്കറ്റിൽ കണ്ടതും ശക്തമായിട്ടുള്ളൊരു റാലി നിഫ്റ്റിയിൽ ഉണ്ടായതും. ഏകദേശം 1.8% ഡോളറിനെതിരെ രൂപയുടെ ഒരു കയറ്റം വ്യാഴാഴ്ച ഉണ്ടായത്. കഴിഞ്ഞ 5 ആഴ്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള ഒരു വീക്ക്ലി ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ട്. 5 ആഴ്ചയാണ് ബെയറിഷ് ക്യാൻഡിൽ, വീക്ക്ലി ക്യാൻഡിലുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച അത് ശക്തമായിട്ടൊരു റിവേഴ്സ് വന്ന് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ബോട്ടത്തിൽ 22,300, 22,200 ലെവലിൽ ശക്തമായിട്ടുള്ളൊരു ബയ്യിങ് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പം ഉള്ളത്. 22,000 അല്ലെങ്കിൽ 22,200 മാർക്കറ്റ് ഈ ആഴ്ച താഴോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനിയൊരു സെല്ലിംഗ് പ്രഷറിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ളൂ. ഗിഫ് നിഫ്റ്റി ഏകദേശം 28-30 പോയിൻറ്റിനടുപ്പിച്ച് നിഫ്റ്റി ട്രേഡ് ചെയ്യാണ്. വലിയൊരു റിക്കവറി ഇന്ന് രാവിലെ ഗിഫ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലൊക്കെ ഏകദേശം $111 മുകളിൽ ട്രേഡ് ചെയ്യാണ്. വളരെ ഒരു കയറ്റം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുണ്ട്. 23,000 ഈ ആഴ്ചയിൽ മാർക്കറ്റ് ഒരു 23,000 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. താഴോട്ട് 22,200, 22,300 ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ടും 23,000 ശക്തമായിട്ടുള്ളൊരു റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ഈ ആഴ്ച ഈ ഒരു 2 ലെവൽ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താൽ ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് മൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ വളരെ ശക്തമായിട്ടുള്ളൊരു റാലിക്ക് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഗിഫ് നിഫ്റ്റി റിക്കവറായി വീണ്ടും ഒരു ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ മാർക്കറ്റിൽ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടായാലും ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോയേക്കും. കാരണം ഗ്ലോബൽ മാർക്കറ്റും ഇറാനുമായിട്ടുള്ള വാറിൻ്റെ ന്യൂസുമൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴും മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ മാർക്കറ്റ് ഒന്ന് വീക്ഷിച്ചതിന് ശേഷം മാത്രം മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. വൈഡ് CPR ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് പോയാലും ഒരു 100-200 പോയിൻ്റൊക്കെ താഴോട്ട് പോയാലും നിഫ്റ്റിയിൽ CPR സപ്പോർട്ട് കൊടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആദ്യത്തെ 1 മണിക്കൂർ ട്രെൻഡ് നോക്കിയിട്ട് കൃത്യമായിട്ട് ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. ബാക്കി അപ്ഡേഷൻസും ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസും എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ